പരിപാലന സൂക്ഷിപ്പൊക്കെ അനുഭവിച്ചറിയാവുന്ന കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിച്ചു. നമ്മളായിരുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിപാലനം നമ്മോട് കൂടെയിരുന്നു എന്നതിലൊന്നുപോലെ കുറയാതെ കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചു. ദൈവത്തിൻ്റെ വിശ്വസിക്കായി നമ്മളുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടും അല്ലെ പ്രതീക്ഷയോടും കൂടി ദൈവത്തിൻ്റെ പാദത്തിലായിരിക്കണം. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഈ രാത്രിക്കാലം ഹല്ലേലൂയ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും അത് വിടുതലിനും അത് കാരണമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം ദൈവാത്മാവ് എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത് നമുക്കറിയില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ ഹല്ലേലൂയ ഇവിടെ വചനം സംസാരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞു വന്ന് ഹല്ലേലൂയ സാക്ഷി പറയുമ്പോൾ ആ പറയുന്ന വാക്യത്തിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. ഏത് നിലകളിലാണ് ഹല്ലേലൂയ നമ്മളോട് ദൈവാത്മാവ് ഈ രാത്രിക്കാലം ഇടപെടുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് ദൈവജനം വളരെ പ്രാർത്ഥനയോടുകൂടി ഹല്ലേലൂയ ദൈവത്തിന്റെ പാദവത്തിൽ ഈ രാത്രിക്കാലം നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിക്കാലം നാം വായിച്ചു കേൾക്കപ്പെട്ട സങ്കീർത്തന ഭാഗം 91-ാം സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഞാൻ ഈ സങ്കീർത്തന ഭാഗം എടുത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ ഞാൻ അതിൻ്റെ 11-ാം വാക്യം ആരെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തുന്ന വാക്യം 91-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാമൊക്കെയും ഹല്ലേലൂയ വലിയൊരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ യാത്രയുടെ അവസാനം ഹല്ലേലൂയ കർത്താവിന്റെ വരവോടുകൂടിയേ തീരുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുവരെയും നമ്മൾ എന്താണ് ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യാത്രാ മധ്യത്തിൽ നമുക്ക് വളരെയധികം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഹല്ലേലൂയ വളരെയധികം ദുർഘടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ എന്താണ് ലോകത്തെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വചനം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരാളല്ല, ഹല്ലേലൂയ അനേക ദൂതന്മാർ. ഹല്ലേലൂയ. നമുക്ക് പ്രൊട്ടക്ഷൻ തരുവാൻ വേണ്ടി ദൂതന്മാരോട് കൽപ്പിക്കണം പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിലധികം ദൂതന്മാരോട് ഹല്ലേലൂയ ദൈവം കൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ ശത്രുവായവൻ നമ്മളെ വീഴ്ത്തുവാൻ അല്ലെങ്കിൽ നമ്മളെ തകർത്ത് കളയുവാൻ ഏത് സമയത്തും അവൻ ഹല്ലേലൂയ പദ്ധതികൾ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ വിശ്വസ്തയോട് നാം ദൈവസന്നിധിയിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസ്തയോടുകൂടി നാം നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ ശത്രു നമ്മളെ പരാജയപ്പെടുത്താനിടയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു നമ്മളെ പരാജയപ്പെടുത്താതിരിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ നാം വിശ്വസ്തയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. എന്താണ് ദൂതന്റെ ഹല്ലേലൂയ റോൾ? ഹല്ലേലൂയ. എബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യം വായിക്കാമോ? എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യം. ഈ ദൂതന്മാരെ നമുക്ക് ആക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. അവരൊക്കെ ദൈവത്തിന്റെ എന്താണ് നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന സേവകാത്മാക്കളാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ദൂതൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൂതൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മുടെയൊക്കെ സേവാത്മാക്കളാണ്. ഹല്ലേലൂയ. ദൈവം അവരെ ആക്കി വെച്ചിരിക്കുകയാണ് ദൂതന്മാരെ നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം പുറപ്പാട് പുസ്തകം അതിന്റെ 23-ാം അധ്യായം അതിന്റെ 20-ാം വാക്യോടെ ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം വായിച്ചതാണ്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇപ്പൊ നമ്മൾ വായിച്ചതാണ്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. അപ്പോൾ ഈ ദൂതൻ നമുക്ക് മുൻപേ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് മുൻപേ ഉള്ള സകല ദുർഘടങ്ങളെയും ഹല്ലേലൂയ മാറ്റി നമ്മെ സുഗമമായി കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ദൂതൻ ഹല്ലേലൂയ നമുക്ക് മുന്നമേ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം നാം അത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ
യേശുവിന്റെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ല ഞാൻ എന്താണ് ജീവന്റെ അപ്പമാണ്. അല്ല യേശു കർത്താവ് പറഞ്ഞതാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ വഴിയും സത്യവും ജീവനുമാകുമെന്ന് പറഞ്ഞ കർത്താവിന്റെ ആ പാതയിലൂടെയാണ് നാം ഓരോരുത്തരും എന്താണ് ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ നാം ഈ ആത്മീയ ജീവിതത്തിൽ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ആ പാതയിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്കെതിരായി പലവിധത്തിലുള്ള ദുർഘടങ്ങളും പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മെ വിടുവിക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതനെ നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, പരീക്ഷകൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അത് വായിക്കാമോ? മത്തായി കേട്ടോ. ഇവിടെ പിശാചിനെ നല്ലതുപോലെ അറിയാം. ആ പിശാച് ദൈവത്തോട് വന്ന് പറയാം, യേശുവിനോട് വന്ന് പറയാം, നീ ദൈവപുത്രനെങ്കിൽ എന്താണ് നീ താഴെ ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാണ്, നീ ദൈവപുത്രനെങ്കിൽ നീ എന്ത് ചെയ്യണം, ഈ താഴേക്ക് നീ ചാടണം. ഹല്ലേലൂയ. നീ ചാടിക്കഴിഞ്ഞാൽ എന്താണ്, നിന്നെ കാക്കുവാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് എന്താ പറഞ്ഞേ? യേശു കർത്താവ് അവിടെ ചാടിയോ? യേശു കർത്താവ് ചാടിയൊന്നും ഇല്ല. യേശു കർത്താവ് അവിടെ നിന്നു. ഹല്ലേലൂയ. ആ ചോദിച്ച ചോദ്യത്തിനകത്ത് വളരെ കണ്ണിങ്ങായിട്ടുള്ള ഒരു ചോദ്യമാണ് പിശാച് അവിടെ ചോദിക്കുന്നത്. നീ ദൈവപുത്രൻ എങ്കിൽ, ആ ഒരു വേട് ശ്രദ്ധിക്കണം, നീ ദൈവപുത്രൻ എങ്കിൽ. ആ എങ്കിലിനകത്ത് അതാണ് വളരെ തന്ത്രപരമായിട്ടാണ് പിശാച് അവിടെ യേശുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ഹല്ലേലൂയ, യേശു കർത്താവ് എന്താണ് ചെയ്തത്? യേശു കർത്താവ് പറയാൻ പറഞ്ഞില്ല, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, ഞാൻ ഈ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയില്ലെങ്കിലും, അല്ലെങ്കിൽ അഥവാ ഈ കല്ല് അപ്പമായി തീർന്നില്ലെങ്കിലും ഞാൻ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ നമ്മെ കാക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം തന്റെ ദൂതനെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ആക്കി വെച്ചിരുന്നു. ദൈവമക്കളെ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികളിൽ ഹല്ലേലൂയ നമ്മളെ വീഴാതെ വണ്ണം നമ്മളെ കാക്കുന്ന ആ ദൂതന്റെ പരിപാലനം, ദൈവിക ദൂതന്മാരുടെ ആ പരിപാലനം അനുഭവിച്ച ദൈവമക്കളാണ് പലപ്പോഴും ഹല്ലേലൂയ പല സന്ദർഭങ്ങളിലും. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വിടുവിച്ച അനേക സംഭവങ്ങൾ തിരുവചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി, അതിന്റെ ഉയരം 60 മുഴവും വണ്ണവും 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരസമഭൂമിയിൽ നിർത്തി. ഇതാ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി, അതിന്റെ ഉയരം എന്ന് പറയുന്നത് 60 മുഴം ഉയരം 6 മുഴം വണ്ണവുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ബിംബത്തെ ഉണ്ടാക്കി ദൂരസമഭൂമിയിൽ നിർത്തിയിട്ട് ഹല്ലേലൂയ നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ അറിയാം. ഹല്ലേലൂയ. എബ്രായ ബാലന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 എബ്രായ ബാലന്മാരുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. ഹല്ലേലൂയ. രാജാവ് ഒരു നിയമം കൊണ്ടുവരികയാണ് ആ രാജ്യത്ത്. ഹല്ലേലൂയ. ഈ ബിംബത്തെ ഉണ്ടാക്കി നിർത്തിയിട്ട് പറയാണ്, കാഹളം, കുഴൽ, വീണ, തമ്പുരു, നാഗസ്വരം എന്നീ വാദിത്രാദികൾ മുഴക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഈ രാജ്യത്തുള്ള സകല ആൾക്കാരും എന്ത് ചെയ്യണം, ഈ ബിംബത്തിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കണം. ഹല്ലേലൂയ. രാജാവിന്റെ കൽപ്പനയാണ്. അപ്പോൾ എബ്രായ ബാലന്മാർ അവർ ഹല്ലേലൂയ സത്യദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ എബ്രായ ബാലന്മാർ ഹല്ലേലൂയ ആ വാക്ക് അനുസരിക്കുവാനോ ഹല്ലേലൂയ അത് കേൾക്കുവാനോ അവർ തയ്യാറായില്ല. അങ്ങനെ ഒരു ദിവസം ഹല്ലേലൂയ രാജാവ് ബിംബത്തെ കൊണ്ട് നിർത്തി ഹല്ലേലൂയ ഈ വാദ്യങ്ങളെല്ലാം വായിക്കുന്ന സമയത്ത് ഇതാ ഈ എബ്രായ ബാലന്മാർ മാത്രം ഹല്ലേലൂയ സകല ആൾക്കാരും വീണ് നമസ്കരിക്കുമ്പോൾ എബ്രായ ബാലൻ മാത്രം അവർ എന്താണ്, അവർ 3 പേരും ഈ ബിംബത്തെ എന്താണ് നമസ്കരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം രാജകൽപ്പനയാണ്. ഹല്ലേലൂയ. ഈ രാജാവിനോട് വന്ന് ഈ ആൾക്കാർ വന്ന് ഉണർത്തിച്ചു, രാജാവേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. കാരണം ഹല്ലേലൂയ ഈ ബിംബത്തെ കൊണ്ട് നിർത്തിയപ്പോൾ വേറൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണെന്ന് അറിയാമോ? ഈ ബിംബത്തെ ആരും വീണ് നമസ്കരിച്ചില്ലെങ്കിൽ എന്താണ്, അവരെ എരിയുന്ന തീച്ചൂളയ്ക്കകത്തിടും. അപ്പൊ ഈ തീച്ചൂള എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ഹല്ലേലൂയ രാജാവ് വിചാരിച്ചു ഈ മിക്കവാറും ഈ എബ്രായ ബാലന്മാര് എന്താണ്, ഇവർ ഈ വിശ്വാസമൊക്കെ ത്യജിച്ച് കളഞ്ഞിട്ട് താൻ നിർത്തിയ ഈ ബിംബത്തെ നമസ്കരിക്കുന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് ഒരു പക്ഷേ ഈ രാജാവിനെ കൊണ്ട് ഹല്ലേലൂയ ഇതൊക്കെ പറയിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ
ഈ രാജാവിന് അറിയത്തില്ലല്ലോ നമ്മുടെ ദൈവം ഹല്ലേലൂയ അഗ്നി ചൂടയുടെ നടുവിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ശക്തനായ ഒരു ദൈവത്തെ, ജീവനുള്ള ദൈവത്തെയാണ് ഈ എബ്രായ ബാലന്മാർ സേവിക്കുന്നുള്ളത്. ഹല്ലേലൂയ ഈ രാജാവിന് അറിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ രാജാവിനോട് വന്ന് പറഞ്ഞു, രാജാവേ, ഈ 3 എബ്രായ ബാലന്മാർ അങ്ങയുടെ ഹല്ലേലൂയ രാജനിയമത്തെ ലംഘിച്ചുകൊണ്ട് ഹല്ലേലൂയ അവർ ഈ ബിംബത്തെ ആരാധിക്കാതെ അവരിയ്ക്കുകയാണ്. ഹല്ലേലൂയ രാജാവ് പറഞ്ഞു, ഹല്ലേലൂയ ആ തീച്ചൂടയുടെ ഹല്ലേലൂയ ആ മടങ്ങ് 7 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് ഹല്ലേലൂയ ഇവരെ കൊണ്ട് തീച്ചൂടയിൽ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ അങ്ങനെ ഈ എബ്രായ ബാലന്മാരെ പിടിച്ച് തീച്ചൂടയിലേക്ക് കൊണ്ടിരുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ രാജാവ് നോക്കി നിൽക്കെ തന്നെ ഈ എബ്രായ ബാലന്മാർ ഹല്ലേലൂയ അവരെ കരങ്ങൾ ബന്ധിച്ച് അവരെ തീച്ചൂളയിലേക്ക് കൊണ്ടിടുമ്പോൾ ഹല്ലേലൂയ അവരെ കൊണ്ടിട്ട ഹല്ലേലൂയ വ്യക്തികൾ ആ തീച്ചൂളയ്ക്ക് ഹല്ലേലൂയ ഇരയായി തീരാൻ ഇടയായിരുന്നു. ആ എബ്രായ ബാലന്മാർ അവർ തീച്ചൂളയ്ക്കകത്തൂടെ ഹല്ലേലൂയ അവർ ബന്ധനമഴിഞ്ഞ് ഹല്ലേലൂയ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ചയാണ് ഹല്ലേലൂയ ഈ നെബൂഖദ്നേസർ രാജാവ് കാണുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ താൻ അത്യന്തം ഭയന്നു പോയി. കാരണം എന്താണ്? ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇത്രമാത്രം വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണോ, ഇത്രമാത്രം ശക്തിയുള്ള ദൈവത്തെയാണോ ഇവർ സേവിക്കുന്നതെന്ന് പോലും ഒരു നിമിഷം നെബൂഖദ്നേസർ ചിന്തിച്ചു പോയി. ഹല്ലേലൂയ അവിടെ നെബൂഖദ്നേസർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ നിങ്ങളെ നെബൂഖദ്നേസർ ആദ്യമോ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആണെന്നൊക്കെ ചോദിച്ച് നെബൂഖദ്നേസർ വലിയ വീരവാദമൊക്കെ മുഴക്കി. ഹല്ലേലൂയ എന്നാൽ ഈ എബ്രായന്മാർ അതിനൊന്നും ഹല്ലേലൂയ മറുപടി കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ചന്ദ്രക്കനെയും മേശകനെയും ഹല്ലേലൂയ അബേദ്നെഗോവിനെയും ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് ഹല്ലേലൂയ പിന്നീട് നെബൂഖദ്നേസർ പറഞ്ഞു. ഹല്ലേലൂയ നെബൂഖദ്നേസർ തന്നെ പറയുന്ന സാക്ഷ്യമുണ്ട്, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്ന തക്കവണ്ണം രാജകൽപ്പന മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വന്തം ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ എന്ന് ഹല്ലേലൂയ നെബൂഖദ്നേസർ പറയുവാൻ ഇടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എരിയുന്ന അഗ്നിച്ചൂടയുടെ നടുവിലും ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച അല്ലെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ആ പ്രമാണത്തിന് വേണ്ടി നിന്ന എബ്രായ ബാലന്മാരെ തന്റെ സ്വന്തം ദൂതനെ അയച്ച് വിടുവിച്ച അഗ്നിച്ചൂടയുടെ നടുവിൽ നിന്ന് വിടുവിച്ച ആ ദൈവത്തെയാണ് ദൈവമക്കളെ ഈ രാത്രികാലം നാമം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അവിടെ കൊണ്ടും തീർന്നില്ല ദൈവമക്കളെ. ഹല്ലേലൂയ അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു ദാനിയേൽ എന്ന് പറയുന്ന ഹല്ലേലൂയ വ്യക്തി. ഹല്ലേലൂയ ഇവരെ 4 പേരാണല്ലോ ഈ പ്രവാസത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ അങ്ങനെ ആ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, രാജ്യമൊക്കെ ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിപ്പാൻ രാജാവിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ അങ്ങനെ 120 ദേശാധിപതിമാർ അവരെ ഭരിക്കുന്നതിന് വേണ്ടി 3 പ്രധാന അധ്യക്ഷന്മാർ. അതിലൊരുവൻ ദാനിയേലായിരുന്നു. ഹല്ലേലൂയ ദാനിയേൽ വളരെ ഉത്കൃഷ്ട മാനസനായിരുന്നെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ ദാനിയേലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ എല്ലാ ദിവസവും 3 നേരം ഹല്ലേലൂയ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് അവൻ തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ദാനിയേലിനുണ്ടായിരുന്നു. ഹല്ലേലൂയ അങ്ങനെ രാജാവിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ എന്ന് പറഞ്ഞ ഹല്ലേലൂയ വ്യക്തി. ഹല്ലേലൂയ അവിടെ കാണുന്നു അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വണങ്ങി രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ രാജാവിന് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഈ സർവ്വരാജ്യത്തിനും അധിപതിയാക്കുവാൻ വിചാരിച്ചപ്പോൾ ഹല്ലേലൂയ അവന്റെ പ്രധാന ദേശാധിപന്മാർക്കും അധ്യക്ഷന്മാർക്കും ഒക്കെ അവനോട് ഒരു അസൂയ, ഹല്ലേലൂയ അവനോട് വല്ലാത്തൊരു ഇഷ്ടക്കേട് തോന്നുവാൻ വഴിയായി തീർന്നു. അപ്പോൾ ഹല്ലേലൂയ ദാനിയേൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണ്. രാജാവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കുന്ന ദാനിയേൽ അവന്റെ മുമ്പിൽ ഒരു കുറ്റവും ഇവർക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവർ നോക്കിയപ്പോൾ ഹല്ലേലൂയ ഇവരൊരു സൂത്രം മെനയാണ്. ഹല്ലേലൂയ എന്താണ് ഹല്ലേലൂയ ഇവർ ഒരു സൂത്രം മെനഞ്ഞത്? നമുക്കറിയാൻ നമ്മൾ ഇടയായി തീർന്നു. ഇവർ വന്ന് രാജാവിനോട് വന്ന് പറയുകയാണ്, രാജാവേ ഹല്ലേലൂയ 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ എന്താണ് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപതിമാരും മന്ത്രിമാരും ദേശാധിപതിമാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ മേദ്യരുടെയും പാർസ്യരുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാരിയോവേശ് രാജാവ് രേഖയും വിരോധന കൽപ്പനയും എഴുതി. ദാരിയോവേശിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിയോവേശിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തനിക്ക് കഴിയാത്ത ഒരു വിഷയമാണ്. എന്നാൽ ഈ പ്രധാന ദേശാധിപതിമാരും ഇവരും ഈ
ഈ അധ്യക്ഷന്മാരും വന്നിട്ട് രാജാവിനെ നിർബന്ധിക്കുകയാണ്. രാജാവെ, ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അല്ല 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല. കാരണം ഇപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് സിംഹങ്ങളുടെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ടുകളയണമെന്ന് ഒരു രാജകൽപ്പന തന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം ഹല്ലേലൂയ ഇവർ ഹല്ലേലൂയ എഴുതി വെപ്പിക്കുവാൻ തൊക്കെ മടിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ വിവരമൊക്കെയും ദാനിയേൽ അറിഞ്ഞിട്ടും ദാനിയേൽ കുലുങ്ങിയോ? ദാനിയേൽ സമർപ്പിച്ചോ? ദാനിയേൽ പേടിച്ചോ? ദാനിയേൽ പേടിച്ചില്ല. കാരണം എന്താണെന്നറിയോ? ദാനിയേൽ അറിയാം ദാനിയേൽ സേവിക്കുന്ന ദൈവം ആരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഹല്ലേലൂയ നാം പതറിപ്പോകരുത്. നാം പ്രതീക്ഷയില്ലാതെ ഹല്ലേലൂയ മറ്റുള്ളവരെ പോലെ ആകരുത് ദൈവമക്കളെ. നമ്മുടെ ദൈവം ആരാണെന്നുള്ള ഒരു ഉത്തമമായ ഒരു ബോധ്യം ഹല്ലേലൂയ നമുക്കുണ്ടായിരിക്കണം. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ നാം ധൈര്യത്തോടുകൂടി നാം നിൽക്കാൻ തക്കണം ഇടയായി തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുത്തിയെടുക്കുവാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദാനിയേൽ ഹല്ലേലൂയ ഇതൊന്നും കേട്ടിട്ട് ദാനിയേൽ ഹല്ലേലൂയ കുലുങ്ങിയില്ല. ദാനിയേൽ താൻ പതിവ് പോലെ താൻ എന്താണ് ചെയ്തത്? യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് താൻ പ്രാർത്ഥിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ രാജകൽപ്പന പുറപ്പെടുവിച്ചു. രാജാവിന് ഹല്ലേലൂയ തനിക്ക് ഒട്ടും ഉറക്കം വരാത്ത രാത്രിയാണ്. ഹല്ലേലൂയ. രാജകൽപ്പന പുറപ്പെടുവിച്ചു. രാജാവ് ദാനിയേലിനെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ അവനെ കൊണ്ട് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇടുന്നൊരു രംഗമാണ്. ഹല്ലേലൂയ. അന്ന് രാത്രികാലം രാജാവ് ഈ ദാനിയേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പറയാൻ തൊക്കെ ഇടയാക്കുന്നുണ്ട്. സിംഹങ്ങളുടെ ഗുഹയിൽ ഇടുന്നതിന് മുമ്പേ ദാനിയേലിനോട് പറയാണ്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം ഈ സിംഹങ്ങളിൽ നിന്നും രക്ഷിക്കും. കാരണം ഈ രാജാവ് ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഹല്ലേലൂയ. ഈ രാജാവിനറിയാം ഇതിന് മുമ്പ് നടന്ന ഇൻസിഡന്റ് അറിയാം. എന്താണെന്നറിയാമോ? ഈ എബ്രായ ബാലന്മാരെ തീച്ചുളയ്ക്കകത്തുനിന്ന് ദൈവം പിടിപ്പിച്ച വിവരം ഈ ദാരിയാവേശ് അറിയാം. അല്ലെങ്കിൽ എത്ര ധൈര്യത്തോടു കൂടി അദ്ദേഹം പറയത്തില്ലല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാരിയാവേശ് പറഞ്ഞത്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. നോക്കൂ, രാജാവിന് അന്ന് രാത്രികാലം ഉറക്കം വന്നില്ല. ദാനിയേലിനെ പിടിച്ച് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇടുവാൻ തൊക്കെ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദാനിയേൽ വളരെ ശാന്തനായി സിംഹങ്ങളുടെ ഗുഹയിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ ദൈവമക്കളെ സംഭവിച്ചത്? ഹല്ലേലൂയ. ഞാൻ എന്റെ ഭാവനയിൽ ഇപ്രകാരം ഹല്ലേലൂയ ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ ഹല്ലേലൂയ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്റെ ഭാവനയിലൊക്കെ പറയണം, ബൈബിളില്ല കേട്ടോ. ഞാൻ എന്റെ ഒരു ഭാവന ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ദൂതൻ സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങിയിട്ട് ഹല്ലേലൂയ. ഈ സിംഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു മാംസകഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇവരതിനെ ചാടി പിടിക്കുക, താഴെ വീഴാൻ സമ്മതിക്കുന്നില്ല. അതിന് മുന്നേ ചാടി പിടിച്ച് ഹല്ലേലൂയ അത് കഴിക്കും, അത് ആഹാരമാക്കി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ സിംഹത്തിന് ചരിക്കുവാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രികാലം നമുക്കെതിരായി നിൽക്കുന്ന ഏത് പ്രതിസന്ധി ആണെങ്കിലും, നമ്മളെ തകർക്കുമെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ഏത് പ്രതിസന്ധി ആണെങ്കിലും ഹല്ലേലൂയ അതിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ ഹല്ലേലൂയ ഒരു പ്രതിസന്ധിക്കും ഹല്ലേലൂയ നമ്മളെ തൊടുവാനോ ചലിക്കുവാനോ കഴിയില്ല. ഹല്ലേലൂയ. ഈ രാത്രികാലം ആഴമായി നാം ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൂതൻ ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ സിംഹങ്ങളോട് ദൂത് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെറിയോ സിംഹമേ, ഹല്ലേലൂയ നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരെയും ഹല്ലേലൂയ മൃഗങ്ങളെ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രികാലം ആ സൃഷ്ടിതാവാ ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഹല്ലേലൂയ ഒരു ദൈവഭക്തൻ ഈ രാത്രികാലം ഹല്ലേലൂയ നിന്റെ ഗുഹയിലേക്ക് അവനെ കൊണ്ടിടുവാൻ തൊക്കെ ഇടയാക്കിയതും ഈ രാത്രിയിൽ നീ മൗനമായിട്ട് മിണ്ടാതെ ഇരുന്ന് ഹല്ലേലൂയ നീ ഫാസ്റ്റിംഗ് എടുത്തിരുന്നോണം. കാരണം എന്താണെന്നറിയാമോ? നിനക്കുള്ള ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ ഫുഡ് അടുത്ത ദിവസം ഞാൻ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ നീ മൗനമായിട്ട് നീ അടങ്ങാതെ നീ മിണ്ടാതെ ഇരുന്നോണം. നിന്റെ വായടച്ചെത്തണം. നീ സ്വസ്ഥമായിരുന്നോണം. നിനക്കുള്ള ഫുഡ് നിനക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് നിനക്ക് ആവശ്യത്തിനുള്ള ഫുഡ് വരും. അടുത്ത ദിവസം നീ വരും. നീ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എന്ത് ചെയ്യണം? ഫാസ്റ്റിംഗ് എടുത്തിരുന്നോണം. സിംഹം ചെയ്തു. ദൂതന്റെ വാക്ക് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിംഹം ചടിച്ചോ? സിംഹം അനങ്ങിയോ? അനങ്ങിയോനെ സിംഹം വായ തുറന്നോ? ദാനിയേൽ വന്ന ഹല്ലേലൂയ ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ വന്നിങ്ങനെ വീണു. സിംഹത്തിന്റെ ഗുഹയിൽ ദാനിയേൽ കടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. ദാരിയാവേശ് രാജാവ് രാവിലെ നോക്കിയപ്പോൾ ദാനിയേൽ കടന്ന് ദാരിയാവേശ് വന്ന് ദുഃഖത്തോടെ വിളിച്ച് അവിടെ അവൻ കാണാൻ കഴിയുന്നുണ്ട്. അവൻ ദുഃഖസ്വരത്തോടെ ദാനിയേലിനെ വിളിച്ചു. എന്തിനാ ദുഃഖസ്വരത്തോടെ വിളിച്ചത്? കാരണം ഈ ദാനിയേൽ മരിച്ചുപോയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ദുഃഖസ്വരത്തോടെ വന്ന് വിളിക്കുവോ? ഒരിക്കലും ഇല്ല. വിളിക്കത്തില്ല. വിളിക്കുവോ?
ദാനിയേൽ മരിച്ചുപോയെന്ന് ഉറപ്പുണ്ടെങ്കിൽ രാജാവ് വന്ന് ഈ ദാനിയേലിനെ ഒന്ന് വിളിക്കുമോ? ഇല്ല. അപ്പോൾ രാജാവ് നോക്കുമ്പോൾ ദാനിയേൽ മരിച്ചിട്ടില്ല. അപ്പൊ രാജാവിന് ഉറപ്പുണ്ട് ദാനിയേൽ മരിക്കുന്നതെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ രാജാവിന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ രാജാവിന് മനസ്സിന്റെ മനസ്സോടുകൂടിയാണ് ദാനിയേൽ എന്താണ് ഈ സിംഹങ്ങളുടെ ഗുഹയെ കൊണ്ട് ഇട്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, ഹല്ലേലൂയ, ദാനിയേലേ നിങ്ങൾ കയറുക എന്ന് പറഞ്ഞിട്ട് രാജാവ് വിളിച്ചൊരു വിളിയുണ്ട്. ഹല്ലേലൂയ. അവിടെ വിളിച്ച വിളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. വെറുതെ വിളിക്കണ്ട, ദാനിയേലിനെ വിളിക്കണ്ട, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ഹല്ലേലൂയ. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലോട് ചോദിക്കണം, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവേ ദീർഘായുസ്സായിട്ടിരിക്കട്ടെ. ഹല്ലേലൂയ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കുന്നതിന് വേണ്ടി എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിനോട് വന്ന രാജാവ് എന്നൊരു ചോദ്യം ചോദിക്കണം, ദാനിയേലേ എന്താണ് ഹല്ലേലൂയ നിനക്ക് ആ സിംഹത്തിന്റെ ഗുഹയിൽ കിടന്നപ്പോൾ നിനക്കുണ്ടായ നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? നിന്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു സാക്ഷ്യം എന്താണ്? എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് ദാനിയേലിനോട് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദാനിയേൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ. എന്റെ ഭാവനയിൽ ഞാൻ പറയണം കേട്ടോ. ഹല്ലേലൂയ. രാജാവേ, അല്ലയോ ഒരു തിരുമനസ്സേ, അല്ലയോ രാജാവേ, ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ സന്നിധിയിലും ദൈവത്തിന്റെ സന്നിധിയിലും ഞാൻ വിശ്വസ്തനായി ഇതുവരെയും ഞാൻ നിന്നു. ഹല്ലേലൂയ. ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഹല്ലേലൂയ എനിക്കെതിരായിട്ട്, ഹല്ലേലൂയ, എപ്പോൾ രാജസന്നിധിയിൽ എനിക്കെതിരായിട്ട്, ഹല്ലേലൂയ, എനിക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞോ, എനിക്കെതിരായിട്ട് രേഖകൾ എഴുതിയുണ്ടാക്കിയോ, ആ സമയം മുതൽ ഹല്ലേലൂയ എന്നെ കരുതുവാൻ വേണ്ടി, എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി എനിക്ക് വേണ്ടി കരുതിയ ദൂതൻ ആ സമയത്ത് തന്നെ എനിക്ക് വേണ്ടി ആക്റ്റീവ് ആകാൻ ഇടയാക്കി. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം പറയണം ദൈവങ്ങളെ, ഹല്ലേലൂയ, നിനക്കെതിരായി, ഹല്ലേലൂയ, നിനക്ക് വിരോധമായി, ഹല്ലേലൂയ, ഉണ്ടാക്കുന്ന ഓരോ ആയുധവും ഫലിക്കുന്ന ധൈര്യത്തോടുകൂടി പറയാൻ കഴിയും. ഹല്ലേലൂയ. നിന്നെ കരുതുവാൻ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ദൂതന്മാർ, ഹല്ലേലൂയ, ശത്രു നിനക്കെതിരായി, ഹല്ലേലൂയ, പദ്ധതികൾ മെനയുമ്പോൾ, ശത്രു നിനക്കെതിരായി, ഹല്ലേലൂയ, തന്ത്രങ്ങൾ മെനയുമ്പോൾ, ഹല്ലേലൂയ, അവൻ മെനയുന്ന സമയത്ത് തന്നെ നിന്റെ ദൂതൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ആക്റ്റീവ് ആകും. ഹല്ലേലൂയ. ഈ രാത്രികാലം എത്ര പേർ തുറപ്പുണ്ട്? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ആക്റ്റീവായി, ഹല്ലേലൂയ, നിന്റെ ദൂതൻ, ഹല്ലേലൂയ, നിന്റെ വഴികളിൽ, ഹല്ലേലൂയ, നിന്റെ കരുതുന്ന ദൂതൻ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിന്റെ കാൽ കൈ തട്ടി പോകാനും കാരണം നിന്റെ കരുതുന്ന ദൈവത്തിന്റെ ദൂതന്റെ പ്രസൻസ്, ഹല്ലേലൂയ, നിന്നെ കരുതുന്ന ഇവിടെയാക്കി ദൈവത്തെ ഇവരെ ഹല്ലേലൂയ അടപ്രമത കടകട വാദിക്കാൻ പോകേണ്ട. ഹല്ലേലൂയ. നിനക്കെതിരായ തന്ത്രങ്ങൾ മെനയുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ, ഹല്ലേലൂയ, അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ തന്ത്രങ്ങൾ മെനയുമ്പോൾ നിനക്കുള്ള ദൂതൻ, ഹല്ലേലൂയ, അവർ തന്ത്രങ്ങൾ മെനയുന്ന സമയത്ത് തന്നെ നിന്റെ ദൂതൻ ആക്റ്റീവാകും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ദൂതൻ, ഹല്ലേലൂയ, ആക്റ്റീവാകും. ഹല്ലേലൂയ. ഈ രാത്രികാലം എത്ര പേർ വിശ്വസിക്കാൻ കഴിയും? ഓ യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കണം. ഹല്ലേലൂയ. 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 ഇവർ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ, ഹല്ലേലൂയ, ദാനിയേലിന് വേണ്ടി ആക്റ്റീവായി. ഹല്ലേലൂയ. ആ ദൂതൻ, ഹല്ലേലൂയ, ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ വീഴുന്നതിന് മുമ്പേ തന്നെ, ഹല്ലേലൂയ, ദൂതൻ ഇറങ്ങി, ഹല്ലേലൂയ, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവങ്ങളെ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി നിന്നാൽ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, വിശുദ്ധിയോടുകൂടി നിന്നാൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ധൈര്യത്തോടുകൂടി, ഹല്ലേലൂയ, മുൻപോട്ട് പോകണം ദൈവങ്ങളെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം, ഹല്ലേലൂയ, 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ. 12-ാം അധ്യായം 5-7 വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തികൾ 12 സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചെന്ന് തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 മലയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാലത്തെ ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി കൈ നീട്ടി. ഹല്ലേലൂയ. ഇത് വെച്ചാൽ അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സഭയിൽ പീഡിപ്പിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സമയം പോയി. ഓക്കേ, പെട്ടെന്ന് നിർത്താം. ഓക്കേ, ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹെരോദാവ്, ഹല്ലേലൂയ, രാജസഭയിൽ, ഹല്ലേലൂയ, രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി
കൈ നീട്ടി. ഹല്ലേലൂയ. എന്നാൽ യാക്കോബിന്റെ സഹോദരനായ യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് വളരെ പ്രസാദം തോന്നി. ഹല്ലേലൂയ. അവർ വളരെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ആ സമയത്താണ് പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത്. ഹല്ലേലൂയ. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നത് സഭ എന്താണ് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം ആ പദം ശ്രദ്ധിക്കണമേ. സഭ എന്ത് ചെയ്തു? ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ നിനക്ക് ഇടയായിത്തീർന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന എന്താണ്? ഏറെ ഫലിക്കുന്ന വചനം പറയുന്നു. ഈ രാത്രിക്കാലം നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഏത് വിഷയത്തിലാണോ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുന്നത് അതേ വിഷയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ പല വിഷയങ്ങൾക്കും വിടുതൽ ലഭിക്കാതെ വരും. അപ്പോൾ ഇവിടെ പറയുന്നു സഭ എന്ത് ചെയ്തു? ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നടന്നൊരു സംഭവം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ പത്രോസിന്റെ ഹല്ലേലൂയ അടുക്കലേക്ക് വരികയാണ്. അവൻ വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. ഹല്ലേലൂയ. വിലാപ്പുറത്ത് തട്ടിയിട്ട് ദൂതൻ വന്ന് വിലാപ്പുറത്ത് തട്ടിയിട്ട് പറയുകയാണ് ഹല്ലേലൂയ എഴുന്നേൽക്ക, വേഗം എഴുന്നേൽക്കാം. ദൂതനോട് പറയാണ് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് അവനെ വസ്ത്രം പുതുപ്പിച്ച് അവൻ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ. ദൈവമക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ അവിടെ നിന്നുള്ള ഒരു ദൂത് ഞാൻ പറയാം. ഹല്ലേലൂയ മാനുഷിക ഇടപെടലുകൾ കൊണ്ട് ഹല്ലേലൂയ ഒരു പക്ഷെ നാം ചിന്തിക്കും കർത്താവേ എന്റെ വിഷയത്തിനകത്ത് ഹല്ലേലൂയ ഒരു മനുഷ്യന് ഇടപെടുവാൻ കഴിയത്തില്ലല്ലോ കർത്താവേ, എനിക്ക് വേണ്ടി ആർ പ്രവർത്തിക്കും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരൊന്ന് സംസാരിക്കുമെന്ന് ഹല്ലേലൂയ നാം ചിന്തിക്കുന്ന ഹല്ലേലൂയ പല വിഷയങ്ങൾക്കും ഹല്ലേലൂയ നാം ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? എന്നാൽ മനുഷ്യന് കടന്നു ചെന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഹല്ലേലൂയ ആ മേഖലക്കകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ നിനക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ ദൂതനെ നമുക്ക് വേണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിന്റെ ഉണർവിലേക്ക് ചെന്ന് പത്രോസിനെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ഒരു വ്യക്തികൾക്ക് കഴിയില്ല. കാരണം ഹല്ലേലൂയ അവനെ ബന്ധിച്ച ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിലേക്ക് ഒരു വ്യക്തികൾക്ക് പെട്ടെന്ന് കയറുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുന്ന ആ സ്ഥാനത്ത് ആ കാരാഗ്രഹത്തിന്റെ ഉണർവിലാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ഇറങ്ങുന്ന കൊണ്ടയായിട്ടുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതനെ ഹല്ലേലൂയ ഇറങ്ങുന്നതിന് പരിമിതികളില്ല. ഹല്ലേലൂയ അഗ്നിച്ചൂളയായിക്കോട്ടെ, സിംഹത്തിന്റെ ഗുഹയായിക്കോട്ടെ, ഹല്ലേലൂയ കാരാഗ്രഹമായിക്കോട്ടെ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നതിന് ഹല്ലേലൂയ അവിടെ പരിമിതികളില്ല. ഹല്ലേലൂയ പരിമിതി കൂടാതെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ ഈ രാത്രിക്കാലം നാം ഹല്ലേലൂയ ആത്മാവിന്റെ ബലപ്പെടുന്ന ദൈവത്തിന് ഹല്ലേലൂയ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ പത്രോസിനെ വിടുവിക്കാൻ നോക്കണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ അവിടെ കാണുന്നു അതിന്റെ 11-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു. ഹല്ലേലൂയ അവിടെ കാണുന്നതാണ് അവർ 1-ാം കാവലും 2-ാം കാവലും കിടന്നു. പട്ടണത്തിലേക്കുള്ള വാതിൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടി സ്വതവേ തുറക്കുവാൻ നോക്കണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ ഇതാ നോക്കൂ ഹല്ലേലൂയ പട്ടണത്തിന്റെ വാതിലൊക്കെ ഹല്ലേലൂയ അവർക്ക് വേണ്ടി സ്വതവേ തുറക്കുവാൻ നോക്കണം ഇടയായിത്തീർന്നു. ദൂതന്റെ പ്രസൻസ് ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അടയപ്പെട്ട് കിടക്കുന്ന ഒരു വാതിലുകളുമില്ല എന്ന് ഈ രാത്രിക്കാലം എത്ര പേർ തിരിച്ചറിയുന്നു? ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഏത് അടയപ്പെട്ട വാതിലുകളും ഹല്ലേലൂയ നിനക്ക് മുമ്പിൽ ഹല്ലേലൂയ തുറക്കുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിക്കാലം വളരെ വ്യക്തമായി ദൈവസഭയോട് ഹല്ലേലൂയ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ എന്റെ വഴികൾ എന്താണ് തുറക്കാത്തത്? ഹല്ലേലൂയ കർത്താവേ എന്റെ വാതിലുകൾ എന്താണ് ഇതുവരെ വെളിപ്പെട്ട് വരാത്തത്? ഈ രാത്രിക്കാലം ചോദിക്കുന്നുണ്ടോ? ഈ രാത്രിക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഈ രാത്രിക്കാലം നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി നിനക്ക് വേണ്ടി വിടുതൽ തരുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഹല്ലേലൂയ ഈ രാത്രിക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ ഇവിടെ കാണുന്നു പത്രോസിന് സുബോധം വന്നിട്ട് ഹല്ലേലൂയ കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഹല്ലേലൂയ പത്രോസ് പറയുകയാണ്. ഹല്ലേലൂയ അപ്പോഴാണ് പത്രോസിന് സുബോധം വന്നത്. ദൈവമക്കളെ ഹല്ലേലൂയ ഇതാ നോക്കൂ പത്രോസ് ഹല്ലേലൂയ സഭശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ മറുപടി ഹല്ലേലൂയ അവരുടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അപ്പോഴത്തെ പത്രോസ് അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരെ വിളിക്കുമ്പോൾ രോദ എന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ ഒരു പെൺകുട്ടി വന്ന് ഹല്ലേലൂയ പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ വന്നിട്ട് ഹല്ലേലൂയ അവൾ അകത്തുള്ളവരോട് പോയി പറഞ്ഞു പത്രോസ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ പത്രോസ് വിടുവിക്കപ്പെട്ട് വന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ ഇതാ ഹല്ലേലൂയ ദൈവമക്കളെ പ്രാർത്ഥനയുടെ മറുപടി ഹല്ലേലൂയ ഓ നീ പ്രാർത്ഥിക്കുന്ന നീ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കൺമുമ്പിൽ കൊണ്ടുവന്നിട്ട് നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ രാത്രിക്കാലം എത്ര പേർക്ക് ആ ദൂതേറ്റെടുത്ത് ഹല്ലേലൂയ ഒരു ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ നീ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്ന് നിന്റെ കണ്ണുകൾക്ക് പോലും ആശ്ചര്യം കൂറുമാർ. ഹല്ലേലൂയ കർത്താവേ ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് അതിശയത്തോടുകൂടി ചോദിക്കുന്ന നിലവാരത്തിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ ഈ രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ഈ രാത്രികാലം വിശ്വസിക്കുന്നു? ഹല്ലേലൂയ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ കരങ്ങളെ കർത്താവേ
കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വേഗത്തിൽ നിർത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ രണ്ട് മൂന്ന് സഹോദരിമാർ യേശുവിന്റെ കല്ലറയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണുന്നതിന് കഴിയുന്നു. ഹല്ലേലൂയ. യേശുവിനെ അടക്കം കഴിഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും പിരിഞ്ഞ് ഹല്ലേലൂയ ഭവനങ്ങളിലേക്ക് പോയി. എന്നാൽ ആഴ്ച ഹല്ലേലൂയ ഈ സഹോദരിമാർ രണ്ട് മൂന്ന് സഹോദരിമാർ യേശുവിന്റെ കല്ലറയുടെ അടുക്കലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ കടന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അകത്തളകൾ ഹല്ലേലൂയ വല്ലാത്തൊരു വേദന. എന്താണെന്നറിയാമോ? ആരീ കല്ല് ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റും. ഹല്ലേലൂയ. അവർ ആ ഭവനത്തിൽ നിന്ന് അതിരാവിലെ ഹല്ലേലൂയ ഇരുട്ടുള്ളപ്പോൾ ആ സഹോദരിമാർ ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ സമൂഹം അവരെ പറ്റി ഹല്ലേലൂയ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ മറ്റു പലരും അവരെ പറ്റി പല രീതിയിൽ മോശമായ വർത്തമാനങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? സഹോദരിമാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പ്രതികൂലങ്ങളെയും ആ പ്രതിസന്ധികളെ ഒന്നും വകവെക്കാതെ ഹല്ലേലൂയ അരിമനാഥനോടുള്ള ആ അഗാധമായ ഇഷ്ടം ഹല്ലേലൂയ ആ ഒരു സ്നേഹം ഹല്ലേലൂയ ആ പ്രതികൂലത്തിന്റെ നടുവിലും ഹല്ലേലൂയ അവരെ അവിടേക്ക് പോകാൻ വേണ്ടി അവരെ നിർബന്ധിക്കാത്ത കൺമണിയായിത്തീർന്നു. ഹല്ലേലൂയ. ഇവർ കടന്നു വരുമ്പോൾ ഇവരുടെ അകത്തടങ്ങളിൽ ഹല്ലേലൂയ വല്ലാത്തൊരു പ്രയാസമാണ്. ഹല്ലേലൂയ ഈ ആർ നമുക്ക് വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റും. ഹല്ലേലൂയ. അവിടെ ഇതാ നോക്കൂ ദൈവമക്കളെ. ഹല്ലേലൂയ ഈ കല്ലെന്ന് പറയുന്നത് ഹല്ലേലൂയ റോമ ഗവൺമെന്റ് ഹല്ലേലൂയ യേശുവിന്റെ കല്ലറയിൽ ഹല്ലേലൂയ ഈ കല്ലുരുട്ടി വെച്ചിട്ട് അവരുടെ മുദ്ര പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ അവർ കാവൽക്കൂട്ടത്തെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ അവിടെ ഒരു മനുഷ്യനും അങ്ങോട്ട് കടന്നു ചെല്ലുവാനോ ഹല്ലേലൂയ ഈ കല്ലിൽ അത് തൊടുവാനോ സ്പർശിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ സഹോദരിമാർ കടന്നു പോകുന്നത്. ഹല്ലേലൂയ അവർ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ ഇവരുടെ അകത്തളകളിൽ ഈ ചോദ്യം ഇങ്ങനെ ഹല്ലേലൂയ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അവർ അവിടെ ഹല്ലേലൂയ ആ കല്ലിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ ദൂതൻ ഹല്ലേലൂയ കല്ല് ഉരുട്ടി മാറ്റി ഹല്ലേലൂയ ആ കല്ലിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഹല്ലേലൂയ എന്താണ് ദൈവമക്കളെ അവിടെ സംഭവിച്ചെന്ന് പറയട്ടെ. ഹല്ലേലൂയ ഈ കല്ല് ഹല്ലേലൂയ ആരുരുട്ടി വെച്ച കല്ല? റോമ ഗവൺമെന്റ്. ഹല്ലേലൂയ റോമ ഗവൺമെന്റ് ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലാണ്. ഹല്ലേലൂയ അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ നോക്കിയപ്പോൾ ആ കല്ല് ആ സ്ഥാനത്ത് ഉരുട്ട് മാറ്റിയിരിക്കുകയാണ്. ആ കല്ലിന്റെ മുകളിൽ ഇപ്പോൾ ദൂതൻ കയറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതൻ എവിടെ നിന്ന് വന്നാ? ദൂതൻ എവിടെ നിന്ന് നമ്മളെ? സ്വർഗത്തിൽ നിന്ന് വന്നാ. അപ്പൊ ദൂതൻ ആരെ റെപ്രസെന്റ് ചെയ്യുന്നേ? സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുക ദൂതൻ. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ ഈ ഇതിപ്പോ കല്ലാണെന്ന് വിചാരിക്കുക. ഈ കല്ലിന്റെ മുകളിൽ ആരാണ് ഇപ്പൊ ഇരിക്കുന്നത്? ദൂതൻ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വർഗീയ അതോറിറ്റിക്ക് കീഴിലാണ് ഈ ലോകത്തിലെ സകല അതോറിറ്റികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമ ഗവൺമെന്റിന്റെ ഹല്ലേലൂയ അതോറിറ്റിയിൽ നിന്നും ഹല്ലേലൂയ സ്വർഗീയ അതോറിറ്റി ഹല്ലേലൂയ ഈ സഹോദരിമാരുടെ വിഷയം ഏറ്റെടുത്തു. ഹല്ലേലൂയ ഈ രാത്രികാല വിഷയം ഹല്ലേലൂയ നിങ്ങൾ ആ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് കയറണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആ നമുക്ക് വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റുമെന്ന് ഹല്ലേലൂയ ഈ സഹോദരിമാർ ആ ചിന്തിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ഇറങ്ങി വന്ന് സ്വർഗീയ അതോറിറ്റി ഈ സഹോദരിമാരുടെ വിഷയം ഏറ്റെടുത്തു. ഹല്ലേലൂയ ഈ രാത്രികാലം നീ ഭാരപ്പെടുന്ന വിഷയം ഹല്ലേലൂയ ആരെനിക്ക് വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റുമെന്ന് ഹല്ലേലൂയ നീ ചോദിക്കുന്ന ചോദ്യത്തിന് ദൈവം ഈ രാത്രികാലം നിന്നോട് പറയുന്നു. ഹല്ലേലൂയ സ്വർഗീയ അതോറിറ്റി നിന്റെ വിഷയം ഈ രാത്രികാലം ഏറ്റെടുക്കാൻ പോവാ. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ വിശ്വസിക്കാം. ഹല്ലേലൂയ ഈ രാത്രിക്കാലം ഞാൻ പറയേണ്ടത് മക്കളെ ഹല്ലേലൂയ ആ സ്വർഗീയ അതോറിറ്റി ഏറ്റെടുത്ത് എന്താ ചെയ്യുന്നറിയാമോ? ആ കല്ല് ഉരുട്ടി മാറ്റി. ഹല്ലേലൂയ ഉരുട്ടി മാറ്റി അതിന്റെ മുകളിൽ കയറിയിരിക്കാം. ഇന്നേക്ക് 2026 വർഷം കഴിഞ്ഞിട്ടും ആ കല്ലിളക്കം സംഭവിച്ചിട്ടുണ്ടോ? ആ കല്ലിളക്കം സംഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ ദൈവം ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ ഹല്ലേലൂയ അത് പെർമനന്റ് വിടുതല. ഹല്ലേലൂയ ഈ രാത്രിക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ വചനത്തിന്റെ ആ വെളിപ്പാടിലേക്ക് ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ രാത്രിക്കാലം പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ ഈ രാത്രിക്കാലം നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വചനത്തിനകത്ത് വിടുതൽ വ്യാപരിക്കും. ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുമ്പോൾ കേവലം വാചകങ്ങൾ മാത്രമല്ല ദൈവമക്കളെ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ഹല്ലേലൂയ വചനങ്ങൾ ഉരുവിട്ട് ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നാം അറിയാതെ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ വിഷയത്തിനകത്ത് ഹല്ലേലൂയ വെളിപ്പെടുമെന്നൊക്കെ റെഡിയായിത്തീരും. ഹല്ലേലൂയ ഇവിടെ ഇതാ നോക്കൂ. ഹല്ലേലൂയ ആ കല്ല് ഇന്നേക്ക് 2026 വർഷം കഴിഞ്ഞിട്ടും അതിനൊരു ഇളക്കവും സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? അതിന്റെ അതോറിറ്റി സ്വർഗീയ അതോറിറ്റിയാണ്. ഹല്ലേലൂയ അതിനിപ്പോൾ ഉത്തരവാദി ഹല്ലേലൂയ അവരുടെ വിഷയത്തെ ഹല്ലേലൂയ സ്വർഗീയ അതോറിറ്റി ഏറ്റെടുത്തു. അവർക്ക് ഹല്ലേലൂയ ആ വിഷയത്തിനകത്ത് ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ ഒരു ജയം കാണുന്നത് ഇടയായിത്തീർന്നു. പിന്നെ ഹല്ലേലൂയ അടുത്തൊരു ദൂതനെ ഞാൻ പറയാം. ഹല്ലേലൂയ പിന്നീട് ഹല്ലേലൂയ ഇവർ കേൾക്കുന്നത് മാനുഷിക ശബ്ദമല്ല. ഹല്ലേലൂയ ഇവർ കേൾക്കുന്നതാണ് ദൈവ ശബ്ദമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഈ സഹോദരിമാരോട് സംസാരിക്കുന്ന ആരാ? പിന്നെ ദൈവത്തിന്റെ
ദൂതൻ ഹല്ലേലൂയ സ്വർഗീയ ശബ്ദം എന്നെ കേട്ടോണ്ടിരിക്കുന്നത് ഹല്ലേലൂയ. ഈ പ്രതിസന്ധിക്ക് അത് ആരി കണ്ടുപിടിച്ച് മാറ്റുമെന്ന് പറഞ്ഞ് ഇവര് കടന്നു വന്ന് ഹല്ലേലൂയ നോക്കുമ്പോൾ സ്വർഗീയ അതോറിറ്റി വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. നിന്റെ വിഷയം ഹല്ലേലൂയ സ്വർഗീയ അതോറിറ്റി ഏറ്റെടുത്തിരിക്കാൻ നീ കേൾക്കാൻ പോകുന്നത് ദൈവശബ്ദമായിരിക്കും. ഹല്ലേലൂയ സ്വർഗീയ ശബ്ദമായിരിക്കും നീ കേൾക്കാൻ പോകുന്നത്. മാനുഷിക ശബ്ദമല്ല. മാനുഷിക ശബ്ദം നിന്നെ തളർത്തി കളയാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ വിഷയം ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി ഹല്ലേലൂയ സ്വർഗത്തിന്റെ ദൈവം തന്റെ ദൂതനെ കൽപ്പിച്ചു. സ്വർഗീയ ദൂതൻ നിനക്ക് കൈമാറും. ഹല്ലേലൂയ ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ സ്വർഗീയ അതോറിറ്റി ഹല്ലേലൂയ വിഷയം ഏറ്റെടുത്തിരിക്കാൻ സ്വർഗീയ അതോറിറ്റി ആയിരിക്കും നിന്നോട് തന്നെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അവിടെ പറഞ്ഞ ഈ രാത്രി ജപം നിറയട്ടെ. വചനത്തിനകത്ത് ഈ രാത്രികളുടെ വിടുതൽ വ്യാപരിക്കും. ഹല്ലേലൂയ എനിക്കറിയില്ല വലിയൊരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു. ഹല്ലേലൂയ വലിയൊരു പ്രസൻസ് ഹല്ലേലൂയ ഈ രാത്രികളെ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ വചനത്തിനകത്ത് ഈ രാത്രികളെ ആർക്കെങ്കിലും ഹല്ലേലൂയ ഈ രാത്രികൾ ഈ വചനത്തിൽ ചോദിച്ച ഒരു വിടുതലായിട്ട് ഹല്ലേലൂയ വചനം വിട്ട് ഹല്ലേലൂയ സ്വർഗ്ഗത്താവേ ഈ രാത്രികളെ സ്വർഗ്ഗത്താവേയുള്ള കർത്താവേ നിന്റെ വിഷയത്തെ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നതിനാൽ അങ്ങ് നന്ദി പറഞ്ഞു ഈ രാത്രികളെ ഏറ്റെടുത്ത് പറയാൻ കഴിയും. ഹല്ലേലൂയ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഹല്ലേലൂയ 27-ാം അധ്യായം ഹല്ലേലൂയ നമുക്കറിയാൻ കഴിയുന്നത്. ഹല്ലേലൂയ അപ്പോസ്തലൻ പൗലോസിന്റെ കപ്പൽ യാത്ര നമുക്കറിയാൻ കഴിയുന്നത്. ഹല്ലേലൂയ നമ്മൾ കേട്ടിട്ടുള്ള ഭാഗമാണ്. ഹല്ലേലൂയ അവിടെ ഇതാ പൗലോസും കൂട്ടരും ഹല്ലേലൂയ അവർ യാത്രയാകാണ്. അവിടെ കപ്പൽ യാത്ര ചെയ്ത് ഹല്ലേലൂയ അവർ അവിടെ യാത്ര പുറപ്പെട്ടു. യാത്രയൊക്കെ വളരെ ഹല്ലേലൂയ അനുഗ്രഹമായിരുന്നു. യാത്ര പുറപ്പെട്ട് ഹല്ലേലൂയ പകുതി വന്നപ്പോൾ ഹല്ലേലൂയ കാറ്റ് അവർക്ക് പ്രതികൂലമാകാൻ തുടങ്ങി. ഹല്ലേലൂയ അങ്ങനെ അവർ ഹല്ലേലൂയ ലുക്കിയയിലെ പട്ടണത്തിലെത്തിയപ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അവിടുത്തെ ശതാധിപൻ ഹല്ലേലൂയ ഇറ്റലിയിലേക്ക് പോകുന്ന അലക്സാണ്ട്രിയ കപ്പൽ കണ്ടിട്ട് അവർ എന്ത് ചെയ്യുന്നു? ആ കപ്പലിൽ നിന്ന് മാറ്റി വേറൊരു കപ്പലിലേക്ക് അയച്ചു നമ്മളിടയായി തീർന്നു. ഹല്ലേലൂയ ദൈവമക്കളെ ആ കപ്പലിനകത്ത് കയറ്റി ഹല്ലേലൂയ പൗലോസും കൂട്ടരും അവർ വളരെയധികം ഹല്ലേലൂയ സന്തോഷത്തോടുകൂടി യാത്ര തുടർന്നു. ഹല്ലേലൂയ സന്തോഷത്തോടുകൂടി ആ യാത്രയുടെ തുടക്കമൊക്കെ വളരെയധികം സന്തോഷം അനുഗ്രഹമായിരുന്നു. എന്നാൽ കുറച്ചങ്ങോട്ട് മുൻപോട്ട് നീങ്ങിയപ്പോൾ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലവാരത്തിൽ ഹല്ലേലൂയ അവരുടെ യാത്രകളെ തടസ്സം ചെയ്യുന്ന നിലയിലേക്ക് ഹല്ലേലൂയ കാറ്റും ഹല്ലേലൂയ തിരമാലകളും വളരെയധികം പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിന് നേരെ ഹല്ലേലൂയ ആഞ്ഞടിക്കുമെന്നൊക്കെ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമക്കളെ പലപ്പോഴും ഹല്ലേലൂയ പലവിധമാകുന്ന പ്രതികൂലത്തിന്റെ കാറ്റുകൾ, പ്രശ്നങ്ങളുടെ കാറ്റുകൾ, പ്രതിസന്ധിയുടെ കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിക്കുമ്പോഴും മാനുഷികമാകുന്നതിൽ പലപ്പോഴും നമ്മളും തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. ഹല്ലേലൂയ ഇവിടെ ഇതാ ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിലും ഹല്ലേലൂയ അങ്ങനെ താനൊരു ഹല്ലേലൂയ നിരാശയുടെ അനുഭവത്തിലേക്ക് താൻ എത്തിച്ചേരുകയാണ്. ഹല്ലേലൂയ പൗലോസ് പറയുന്നുണ്ട് ഹല്ലേലൂയ ഇങ്ങനെ വളർന്നു ചെന്ന ശേഷം ഹല്ലേലൂയ പൗലോസ് 10-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞു, 27-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞു, പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ നഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു. ഹല്ലേലൂയ പൗലോസ് ഹല്ലേലൂയ തന്റെ നിരാശയുടെ വാക്കുകൾ ഹല്ലേലൂയ കൂടെയുള്ളവരോട് പറയാണ്. കാരണം ഹല്ലേലൂയ യാത്ര പുറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ താൻ പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം വലിയൊരു പ്രതിസന്ധിയെ താൻ തരണം ചെയ്ത് താൻ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഹല്ലേലൂയ യാത്ര തുടർന്ന് മുൻപോട്ട് വന്നപ്പോഴത്തേക്കും ഹല്ലേലൂയ പൗലോസിന് മനസ്സിലായി ഹല്ലേലൂയ ഈ യാത്ര ഹല്ലേലൂയ ഇത് എങ്ങും ചെന്ന് അവസാനിക്കുന്നില്ല. ഈ കപ്പലിന്റെ അകത്ത് ഹല്ലേലൂയ ഈ കടലിന്റെ അടിത്തട്ടിൽ ഹല്ലേലൂയ ഞങ്ങൾ എല്ലാവരും ഹല്ലേലൂയ മരിച്ചു പോകുന്ന കൺവിടയത്തുന്നു. കാരണം അത്രമാത്രം ശക്തമായ കാറ്റ്, അത്രമാത്രം ശക്തമായ തിരമാലകൾ ഹല്ലേലൂയ ആ കപ്പലിനെ തകർക്കുവാൻ വേണ്ടി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ വളരെയധികം കഷ്ടങ്ങളും നഷ്ടങ്ങളും ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കൂടെയുള്ളവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വന്നുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് നിരാശയുടെ വാക്കുകൾ പറയാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ 20-ാം വാക്യത്തിൽ പറയുന്നു, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയി. ഹല്ലേലൂയ പൗലോസിന്റെ സകല പ്രതീക്ഷയും ഹല്ലേലൂയ തകർന്ന് തരിപ്പണമായി തീർന്നു. ഹല്ലേലൂയ പൗലോസ് പറയുകയാണ് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം നശിച്ചുപോയി. ഇതുപോലെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവേ ഇനി എനിക്കൊരു ആശയുണ്ടോ, ഹല്ലേലൂയ ഇനി എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ അല്പസമയത്തേക്ക് അവൻ നിന്നെ മറന്നു കളഞ്ഞാലും മഹാകരുണയോടുകൂടി മഹാദയോടുകൂടി നിന്നെ ചേർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രികാലങ്ങൾ ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ പൗലോസ് ഹല്ലേലൂയ നിരാശയുടെ വാക്കുകൾ പറയാണ്. ഹല്ലേലൂയ പൗലോസ് പറയാണ് ഹല്ലേലൂയ വളരെ നാളായി പട്ടിണി കിടന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ രക്ഷപ്പെടുന്ന ആശയം നശിച്ചുപോയി. എല്ലാ പ്രതീക്ഷകളും തകർന്ന് പൗലോസ് പറയാണ് എല്ലാ രക്ഷപ്പെടുന്ന സകല ആശയം നഷ്ടപ്പെട്ടു പോയി. ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വകയില്ല. ഹല്ലേലൂയ എന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ 22-ാം വാക്യം വന്നപ്പോൾ പൗലോസ് പറയാണ് ഹല്ലേലൂയ ധൈര്യത്തോടെ ഇരിപ്പിൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ
ഹല്ലേലൂയ. പൗലോസേ കൂടെ വന്നു പൗലോസേ ഹല്ലേലൂയ. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞ പൗലോസേ ഹല്ലേലൂയ. താങ്കൾ എന്നെ പറഞ്ഞത് ഈ യാത്രയിൽ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ സാധനങ്ങൾക്ക് മാത്രമല്ല നമ്മൾക്കും ജീവൻ വരുന്നത് പറഞ്ഞ തന്നെയല്ലേ ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ താങ്കളല്ലേ പറഞ്ഞത് നമ്മുടെ രക്ഷപ്പെടുന്ന ആശയം നശിച്ചു പോയി ഹല്ലേലൂയ. നീ യാതൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എന്താണ് താങ്കൾ പറയുന്നത് ഹല്ലേലൂയ ധൈര്യത്തോടെ ഇരിക്കാൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പൗലോസ് അതിന് പറയുന്ന മറുപടി ഉണ്ട്. 22-ാം വാക്യത്തിൽ പറയുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പിൻ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിൽ അല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഇതാ ഇവിടെ നോക്കൂ ഹല്ലേലൂയ സ്തോത്രം. 27-ന്റെ വാക്യത്തിൽ പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ എന്താണ് നമ്മുടെ ചരക്കിന് കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറെ നഷ്ടങ്ങൾ വരുമെന്ന് പറഞ്ഞ പൗലോസ് ഹല്ലേലൂയ ഇപ്പോൾ 22-ാം വാക്യത്തിൽ പറയുകയാണ് ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പിൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെ പ്രാണന്റെ ഹാനി വരികയില്ല. പൗലോസ് പറയുന്നത് ഹല്ലേലൂയ. ഇതാ നോക്കൂ ഹല്ലേലൂയ എന്തൊരു വിരോധാഭാസമുള്ള കാര്യമാണ്. കാരണം പൗലോസ് എന്നെ പറയാൻ കാരണം അറിയാമോ ഹല്ലേലൂയ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് താനൊരു ദൈവശബ്ദം കേട്ടിട്ടില്ല ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വന്നപ്പോൾ പൗലോസ് പറഞ്ഞതാണ്. എന്നാൽ ഹല്ലേലൂയ അതിന്റെ 23-ാം വാക്യത്തിൽ ഹല്ലേലൂയ പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ട്. ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ഈ രാത്രി എന്റെ അടുക്കൽ വന്നു. പൗലോസ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സകല നിരാശയും ഹല്ലേലൂയ സകല പ്രതീക്ഷയും മറ്റുമായ സ്ഥാനത്ത് ഹല്ലേലൂയ നമ്മൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞ പൗലോസ് ഇപ്പോൾ പറയാൻ ഹല്ലേലൂയ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എന്റെ ദൈവം ഹല്ലേലൂയ തന്റെ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ഈ രാത്രി എന്റെ അടുക്കൽ വന്നു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവവേദന ഹല്ലേലൂയ. ഈ രാത്രിക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ നിരാശയോടുകൂടി ഹല്ലേലൂയ ഈ രാത്രികാലമായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ പറയാം. സകല പ്രതീക്ഷയും മറ്റുപോയ വ്യക്തിയാണോ ഹല്ലേലൂയ ഈ രാത്രികാലം നിന്നോട് പറയാൻ ഒരു ദൂതൻ ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ഉടയവനും ഹല്ലേലൂയ ഞാൻ സേവിക്കുന്നവനുമായ എന്റെ ദൈവം ഹല്ലേലൂയ തന്റെ ദൂതനെ അയച്ച് ഹല്ലേലൂയ ഓ ഹല്ലേലൂയ എന്നെ ബലപ്പെടുത്തി ഹല്ലേലൂയ ഈ രാത്രികാലം ധൈര്യത്തോടുകൂടി പറയാൻ കഴിയണം ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവങ്ങൾ പറയാൻ കഴിയും ഹല്ലേലൂയ നിന്റെ എല്ലാ വഴികളും ഹല്ലേലൂയ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് എന്താണ് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഉണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ നാം തകർന്നു പോകാതെ താഴെയായി പോകാതെ ഹല്ലേലൂയ നമ്മളെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്, പ്രത്യാശ കൈവിടരുത് ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതപ്പെടുന്നതിന് നേരെ ആഞ്ഞടിക്കും. എന്നാൽ ധൈര്യത്തോടെ ഉണ്ടാവുന്നതാണ് ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി ആക്കി വെച്ചിട്ടുണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടു കൂടി ഹല്ലേലൂയ ഈ രാത്രികാലം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാം. ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട ഹല്ലേലൂയ. ഭ്രമിച്ചു നോക്കണ്ട ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്റെ ദൈവമാവുന്നു ഹല്ലേലൂയ. നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ധൈര്യത്തോടു കൂടി പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവേ നമ്മളെ സഹായിക്കുമാറാകട്ടെ.